ഇതും പറഞ്ഞ് കാറ്റുപോലെ ഇറങ്ങിപ്പോയവനെ നോക്കി നിറകണ്ണുകളുമായി നിന്നു അവൾ. ഇതേ സമയം മറ്റൊരിടത്ത് സാക്ഷിയെ മാത്രം സ്വപ്നം കണ്ട് സിദ്ധുവും. ഒരേ സമയം അവൻ്റെ വാക്കുകൾ കേട്ട് വിഷമവും എന്നാൽ അവനെ സ്നേഹിച്ചു തോർത്ത് അവളോട് തന്നെ ദേഷ്യവും തോന്നി സാക്ഷിക്ക്. ഒരിക്കലും തൻ്റെ അപ്പുവേട്ടന് ഇങ്ങനെ സംസാരിക്കാൻ കഴിയില്ല എന്ന് വിശ്വസിക്കാൻ മനസ്സ് പറയുമ്പോഴും കേട്ട വാക്കുകൾ അവളുടെ ഹൃദയം കീറി മുറിക്കാൻ സാധിക്കുന്നവയായിരുന്നു. വശീകരണം, അഴിഞ്ഞാട്ടം, താനൊരു പെണ്ണാണെന്ന കാര്യം പോലും മറന്ന് ഇന്ന് അപ്പുവേട്ടൻ സംസാരിച്ചു. എന്നിട്ട് കല്യാണം പോലും. എന്തിന് ഇങ്ങനെയൊരു കല്യാണം? ജീവിതകാലം മുഴുവൻ അയാളുടെ അടിമയായി കഴിയാനോ? അതോ വെറുപ്പും അവഗണനയും സഹിച്ചു നിൽക്കാനാണോ? എന്തായാലും ഒരിക്കൽ സ്നേഹിച്ചു എന്നതൊഴിച്ചാൽ ആയുഷ് പ്രതാപ് ഈ സാക്ഷി ചന്ദ്രദാസിൻ്റെ കഴുത്തിൽ താലി കെട്ടില്ല. പക്ഷേ ഒരിക്കലും തൻ്റെ ഏട്ടന് അവൻ സ്വപ്നം കണ്ട ജീവിതം കിട്ടാതിരിക്കരുത്. അപമാനം സഹിച്ച് ജീവിക്കുന്നതിലും ഭേദം മരണമാണ്. ഇങ്ങനെ പല വക ചിന്തകളിൽ അവളുടെ മനസ്സ് കെട്ടുപൊട്ടിയ പട്ടം പോലെയായിരുന്നു. ആയുഷും കുടുംബവും പോകാനിറങ്ങിയപ്പോഴും സാക്ഷി ആർക്കോ വേണ്ടി താഴേക്കിറങ്ങി വന്നു. അവളെ നോക്കി അവൻ പുച്ഛിച്ച് ചിരിച്ചെങ്കിൽ ആയുഷിൻ്റെ അമ്മയുടെ മുഖം മുഴുവൻ അവളോടുള്ള വെറുപ്പായിരുന്നു. ഇനി പെട്ടെന്ന് കല്യാണത്തിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കണം, ഒരുപാട് വെച്ച് താമസിപ്പിക്കണ്ട. പറ്റില്ല. അതൊരു അലർച്ചയായിരുന്നു. എന്താ സാക്ഷി നിനക്ക്? നിന്റെ മനസ്സിൽ ആയുഷില്ലേ? ഈ മനസ്സ് മുഴുവൻ അപ്പുവേട്ടനായിരുന്നു വച്ചാ. പക്ഷേ ഞാനെന്ന വ്യക്തിയെ ബഹുമാനിക്കാത്ത, എന്നിലെ സ്ത്രീയെ ആക്ഷേപിച്ച ഒരാളെ ഭർത്താവായി സ്വീകരിക്കേണ്ട ഗതികേടൊന്നും എനിക്കില്ല. ഇതിൻ്റെ പേരിൽ എൻ്റെ ഏട്ടൻ്റെ കല്യാണം മുടങ്ങരുത്. പക്ഷേ ഇനി ഭീഷണിപ്പെടുത്തിയും സെൻറ്റി കാണിച്ചുമൊക്കെ നിങ്ങളെൻ്റെ കല്യാണം നടത്താൻ നോക്കിയാൽ പിന്നെ ആരും എന്നെ ജീവനോടെ കാണില്ല. ഏട്ടൻ്റെ ജീവിതത്തിൽ ഒരു ബാധ്യതയായി സാക്ഷി വരില്ല. പക്ഷേ എന്തിൻ്റെ പേരിലായാലും ഇഷ്ടമില്ലാത്ത ആളെ താലി ചാർത്താൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. എപ്പോഴും അച്ഛൻ്റെയും അമ്മയുടെയും വാക്കുകൾ മാത്രം കേട്ട പെണ്ണ് ഇന്ന് തിരിഞ്ഞു നിന്ന് പറഞ്ഞത് അവർക്ക് അത്ഭുതം തന്നെയായിരുന്നു. എതിർത്ത് അമ്മ പറയാൻ പോയപ്പോൾ അവരെ കണ്ണുകൊണ്ട് ദീക്ഷിത തടഞ്ഞു. എനിക്ക് തലവേദനയുണ്ട്, ഞാൻ റൂമിൽ പോകുക. ആരുടെയും മറുപടിക്ക് കാത്തു നിൽക്കാതെ സച്ചി റൂമിൽ കയറി ഡോർ അടച്ചു. എന്താ മോനെ അവൾക്ക് പറ്റിയത്? എൻ്റെ കുഞ്ഞ് ഇങ്ങനെയൊന്നും പറയാറില്ലല്ലോ. അറിയില്ലമ്മേ, ഒന്നു മാത്രം അറിയാം. അവളുടെ മനസ്സ് അപ്പു കാരണം ഒരുപാട് വിഷമിപ്പിച്ചു. എന്തിനാ അച്ഛാ ഇഷ്ടമല്ലാത്ത അങ്ങനെ ഒരു കല്യാണം? അച്ഛൻ പ്രതാപങ്ങളോട് പറ. ഞാൻ നോക്കാം. പക്ഷേ നീ അപ്പുവിനോട് കൂടി ഒന്ന് സംസാരിക്കണേ മോനെ. കാര്യം എന്താ എന്ന് നമുക്കൊന്ന് അറിയണമല്ലോ. ആ, ഞാൻ നാളെ തന്നെ അവനോട് സംസാരിക്കാം അച്ഛാ. അടുത്ത ദിവസം കോളേജിൽ പോയിട്ടും സാക്ഷി മൂഡ് ഓഫ് ആയിരുന്നു. ആരുവിനോട് ഒന്നും പറയാനും പറ്റാത്ത അവസ്ഥ. അവളെ വിഷമിപ്പിക്കരുത് എന്ന് മനസ്സ് പറയുമ്പോഴും ഇതെല്ലാം ആരോടെങ്കിലും ഒന്ന് പറഞ്ഞില്ലെങ്കിൽ അവളുടെ ചങ്ക് പൊട്ടിപ്പോകുമെന്ന് തോന്നി സാക്ഷിക്ക്. അടുത്ത പീരീഡ് ആയുഷിൻ്റെ ആയതുകൊണ്ടും മൈൻഡ് ആകെ ഡിസ്റ്റർബ്ഡ് ആയതുകൊണ്ടും ഈ പീരീഡ് ക്ലാസ്സിൽ ഇരിക്കുന്നില്ല എന്ന് കൂട്ടുകാരോട് പറഞ്ഞിട്ട് അവൾ ക്ലാസ്സിൻ്റെ വെളിയിൽ ഇറങ്ങി. ലൈബ്രറി കൊച്ചിന് പണ്ടേ അലർജിയാണ്. പിന്നെ സ്വസ്ഥമായി ഇരിക്കാൻ ക്യാമ്പസിലെ മരച്ചൂട്ടിയിൽ പോയിരുന്നു. അപ്പോഴാണ് സിദ്ധു വീട്ടിൽ പോകാനായി അവിടെ വെച്ച് ബൈക്ക് എടുക്കാൻ വന്നത്. ആർട്സ് ഡേ കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി പ്രിൻസിപ്പളിനെ കാണാൻ കയറിയതിനാൽ ബാക്കിയുള്ളവരൊക്കെ വീട്ടിൽ പോയിരുന്നു. പെട്ടെന്നുള്ള പ്രേരണയാൽ അവൻ അവളുടെ അടുത്ത് ചെന്നിരുന്നു. ആരോ അടുത്തിരിക്കുന്നത് പോലെ തോന്നിയപ്പോഴാണ് സാക്ഷി സൈഡിലേക്ക് നോക്കിയത്. ചേട്ടനെന്താ ഇവിടെ? ആ, എന്നെ അറിയുമോ തനിക്ക്? ഞാൻ കണ്ടിട്ടുണ്ട്. അർജുൻ ചേട്ടൻ ക്ലാസ്സിൽ വരുമ്പോൾ കൂടെ. ഓ, അങ്ങനെയാണോ? ഞാൻ വെറുതെ ഓരോന്ന് പ്രതീക്ഷിച്ചു. ചേട്ടൻ എന്ത് പ്രതീക്ഷിച്ചു? അല്ല, അത് പിന്നെ അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ എന്താ ഇവിടെ? ഇയാളിവിടെ ഇരിക്കുന്നത് കണ്ട് കമ്പനി തരാമെന്ന് വിചാരിച്ചു. അവന്മാർ വീട്ടിൽ പോയി. എവിടെ തൻ്റെ വാലുകൾ? എല്ലാവരും ക്ലാസ്സിലാണ്. എനിക്ക് ക്ലാസ്സിലിരിക്കാൻ ഒട്ടും മനസ്സ് ശരിയല്ലായിരുന്നു, അതുകൊണ്ട് കയറിയില്ല. മൈൻഡ് ഡിസ്റ്റർബ്ഡ് ആകാൻ എന്താ ക്ലാസ് ആയുഷ് സാറിൻ്റെ ആണോ? പെട്ടെന്നുള്ള അവൻ്റെ ചോദ്യം അവൾക്ക് ഷോക്കായിരുന്നു. ഞാനെങ്ങനെ മനസ്സിലാക്കിയെന്നല്ലേ? സാറിനെ കാണുമ്പോൾ തൻ്റെ കണ്ണിലെ തിളക്കം തന്നെ ധാരാളം. പിന്നെ ഏതു നേരവും സ്റ്റാഫ് റൂമിൽ കയറി ഇറങ്ങുന്നതും കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതറിയാൻ ഈ കോളേജിൽ ആരുമില്ലേ ദൈവമേ? സച്ചി മനസ്സിലോർത്തു. എന്താടോ കാര്യമായിരുന്ന് ആലോചിക്കുന്നത്? സിദ്ധു മുഖത്തിന് നേരെ വിരൽ ഞൊടിച്ചപ്പോഴാണ് പെണ്ണിന് ബോധം വന്നത്. അത് പിന്നെ ഒന്നുമില്ല ചേട്ടാ, എൻ്റെ മൗത്ത് ലുക്കിംഗ് ഈ കോളേജിൽ എല്ലാവർക്കും അറിയോ എന്ന് ആലോചിച്ചതാ. ഓ, അതാണോ കാര്യം? നിനക്കൊരു കാര്യം അറിയാവോ സച്ചു? നമ്മൾ ഒരാളെ നോക്കുമ്പോൾ
അത് നമ്മൾ നോക്കുന്ന ആളൊഴിച്ച് ബാക്കി എല്ലാവർക്കും മനസ്സിലാകും. എന്നാൽ സ്നേഹിക്കുന്ന പെണ്ണിന് ഒട്ടും മനസ്സിലാവുകയുമില്ല. അതൊരു പ്രപഞ്ച സത്യമാണ്. അവൻ്റെ പറച്ചിൽ കേട്ട് കണ്ണും തള്ളിയിരുന്നു പെണ്ണ്. എന്താടോ, ഞാൻ പറഞ്ഞത് സത്യമല്ലേ? വലിയ കണ്ടുപിടുത്തം നടത്തിയതുപോലെ അവൻ പറഞ്ഞപ്പോൾ നിഷേധിക്കാൻ അവൾക്കും തോന്നിയില്ല. ആ അതെ അതെ, വളരെ വലിയ സത്യം. ചേട്ടൻ ഇങ്ങനെയുള്ള സത്യങ്ങളൊക്കെ പറയുന്ന സന്യാസിയാണ് അല്ലേ? ഓ മൈ ഗാഡ്. ഇവിടെയും പുച്ഛം. മിണ്ടാപ്പൂച്ചയുടെ വായിൽ അപ്പോഴും നാക്കുണ്ട് അല്ലേ? ഉണ്ടല്ലോ. പിന്നെ എന്നെ സച്ചു എന്ന് വിളിക്കുന്നത് എന്താ? നിന്നെ സാക്ഷി സാക്ഷി എന്ന് വിളിക്കാനൊന്നും എനിക്ക് വയ്യ. സച്ചു എങ്ങനെയുണ്ട്? നല്ലതല്ലേ? എന്നെ എങ്ങനെ സച്ചു എന്ന് ആരും വിളിക്കാറില്ല. എല്ലാവരും സാക്ഷി അല്ലെങ്കിൽ സച്ചി, പിന്നെ ദിക്കൂട്ടൻ കുഞ്ഞി എന്നാ വിളിക്കുന്നത്. എല്ലാരെയും പോലെയല്ലല്ലോ ഞാൻ. പിന്നെ ഈ ദിക്കൂട്ടൻ ആരാ? ദിക്കൂട്ടൻ എൻ്റെ ചേട്ടനാ, ദീക്ഷിത്. ഇയാൾക്ക് എൻ്റെ പേരറിയാവോ? അത് പിന്നെ തപ്പണ്ട, ഞാൻ തന്നെ പറയാം. എൻ്റെ പേര് സിദ്ധാർത്ഥ് വിശ്വനാഥ്. ഇവിടെ MBA ഫസ്റ്റ് ഇയർ. സ്വന്തമെന്ന് പറയാൻ ഒരു അനിയനും കുറേ കൂട്ടുകാരും. ഇപ്പോൾ സിംഗിൾ. പിന്നെ നിനക്ക് വേണമെങ്കിൽ എന്നെ സിദ്ധുവേട്ട എന്നോ കണ്ണനെന്നോ വിളിക്കാം. സിംഗിളാണെങ്കിൽ ഞാൻ എന്ത് വേണം? കുട്ടി മനസ്സ് വെച്ചാൽ ഈ കോളേജ് ക്യാമ്പസ് നമുക്കൊരു മണിയറയാക്കാം. ആ ഓക്കെ ബൈ. ഇന്നത്തെ കോട്ട കഴിഞ്ഞു, നാളെ വരാം. ഇതും കൂടി ആയപ്പോഴേക്കും സാക്ഷിക്ക് അവളുടെ ചിരി പിടിച്ച് നിർത്താൻ പറ്റിയില്ല. കിലുക്കാമ്പെട്ടി കിലുങ്ങും പോലെയുള്ള അവളുടെ ചിരി കണ്ട് അവൻ്റെ ചുണ്ടിലും ഒരു പുഞ്ചിരി വിരിഞ്ഞു. സങ്കടപ്പെട്ടിരിക്കുന്നത് കണ്ടിട്ടാണ് പെണ്ണിൻ്റെ അടുത്ത് വന്നിരുന്നത്. അവൾ സംസാരിക്കുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ഇനി ഞാനൊരു കാര്യം ചോദിച്ചാ നീ സത്യം പറയോ? പെട്ടെന്നുള്ള അവൻ്റെ ചോദ്യം കേട്ട് എന്തെന്നുള്ള രീതിയിൽ അവൾ നോക്കി. നിന്റെ മുഖം കണ്ടാൽ അറിയാം എന്തോ നല്ല വിഷമമുണ്ട് എന്ന്. ആരോടെങ്കിലും ഷെയർ ചെയ്താൽ മനസ്സിന് സമാധാനം കിട്ടുമെങ്കിൽ അത് പറഞ്ഞൂടെ? അവൻ്റെ ചോദ്യം കേട്ടപ്പോൾ പറയണോ വേണ്ടയോ എന്ന് ആലോചിച്ചിട്ട് പറയാൻ തന്നെ തീരുമാനിച്ചു അവൾ. ഇനിയും എല്ലാം ഇങ്ങനെ മനസ്സിലിട്ടുകൊണ്ട് നടക്കാൻ വയ്യ. കണ്ണേട്ടൻ പറഞ്ഞത് സത്യ. ഇത് ഇനിയെങ്കിലും ഒരാളോട് പറഞ്ഞില്ല എങ്കിൽ എനിക്ക് വല്ല അറ്റാക്കും വരും. എല്ലാം കുറേ ദിവസം കൊണ്ട് ഞാൻ മനസ്സിലിട്ട് നടക്കുക. ഇതും പറഞ്ഞ് ആയുഷിനെ സ്നേഹിക്കാൻ തുടങ്ങിയത് മുതൽ ഇന്നലെ പെണ്ണ് കാണാൻ വന്നപ്പോൾ അവൻ പറഞ്ഞ കാര്യങ്ങൾ വരെ ശ്വാസം വിടാതെ പറഞ്ഞു നിർത്തി അവൾ. ഇനി നിന്റെ തീരുമാനം എന്താ? ഇഷ്ടമില്ലാത്തവനെ കെട്ടി അവൻ്റെ കൂടെ ജീവിക്കാനാണോ? ഒരിക്കലുമല്ല. ഇനി എന്തിൻ്റെ പേരിലും അയാളുടെ മുന്നിൽ കുനിഞ്ഞു കൊടുക്കില്ല ഞാൻ. ഞാനൊരു കാര്യം പറയട്ടെ സച്ചു. ആയുഷ് സാറിന് എന്തോ തെറ്റിദ്ധാരണയുണ്ട് നിന്റെ കാര്യത്തിൽ. അത് മാറ്റാൻ ശ്രമിച്ചാൽ ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ സാധിക്കും. പക്ഷേ എന്താ കാര്യമെന്ന് നിന്നോട് പോലും പറയാതെ, ഒരു പെണ്ണാണെന്നുള്ള പരിഗണന തരാതെ, നിന്നെ അത്രയ്ക്ക് അധിക്ഷേപിച്ച അവനെ തന്നെ ഭർത്താവായി വേണോ എന്ന് തന്നെ നീ ഒന്ന് ചിന്തിക്ക്. ലൈഫ് പാർട്ട്ണർ എന്നാൽ ഒരിക്കലും നമ്മുടെ സ്വപ്നങ്ങൾ തകർക്കുന്നവരായിരിക്കരുത്. നമ്മുടെ സ്വപ്നങ്ങൾക്ക് കൂട്ടുനിൽക്കുന്നവരായിരിക്കണം. നമ്മളെ മനസ്സിലാക്കണം. ഈ ലോകം മുഴുവൻ നമ്മളെ എതിർത്താലും ആ കൈകൾ നമ്മളെ ചേർത്ത് പിടിക്കണം. അങ്ങനെയുള്ള ഒരാളെ കണ്ടുകിട്ടിയാൽ ഒരിക്കലും കൈവിട്ട് കളയരുത്. ആയുഷ് സാറ് അങ്ങനെയാണ് എന്ന് നിനക്ക് തോന്നിയാൽ ഓക്കെ പറയുക. അല്ല എന്നാണെങ്കിൽ നോ. അതിന് ഓവറായി ഇങ്ങനെ ചിന്തിച്ചു കൂട്ടിയിട്ട് കാര്യമില്ല. ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലായോ? എങ്കിൽ വീട്ടിൽ പൊക്കോ. ദോ നിന്റെ കൂട്ടുകാർ വരുന്നു. അവൻ കൈ ചൂണ്ടിയടുത്തേക്ക് നോക്കിയപ്പോൾ സ്നേഹയും ആരവുമൊക്കെ നടന്നു വരുന്നു. അത് കണ്ടപ്പോൾ അവളും അവരുടെ അടുത്തേക്ക് നീങ്ങി. സച്ചു, നിന്റെ നമ്പർ എനിക്ക് തരുമോ? പിന്നെന്താ, തരാലോ. ഇതും പറഞ്ഞ് നമ്പർ അവൻ്റെ ഫോണിൽ അടിച്ചു കൊടുക്കുമ്പോൾ എന്തെല്ലാമോ നേടിയ സന്തോഷമായിരുന്നു അവന്. പിന്നെ നിന്റെ കണ്ണേട്ടാ വിളി എനിക്കിഷ്ടമായിട്ടും ഇനി അത് മാറ്റാൻ നിൽക്കണ്ട. ഇതും പറഞ്ഞ് 2 കണ്ണും അടച്ചു കാണിച്ച് ബൈക്കെടുക്കാൻ അവൻ പോയപ്പോൾ ഇത് എന്തിൻ്റെ കുഞ്ഞാ എന്ന രീതിയിൽ അവിടെ കണ്ണും തള്ളി നിന്നു അവൾ. പക്ഷേ അവളെ തന്നെ നോക്കി നിന്ന ആയുഷിൻ്റെ മുഖത്തപ്പോൾ സിദ്ധുവിനോട് പുച്ഛമായിരുന്നു.